പക്ഷെ അങ്ങനെ വെച്ച മരം പോലും മുറിക്കാൻ വിടില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കാണ്. മരങ്ങൾ കൂടുതൽ വെക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം ആ മരങ്ങൾ മുറിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഒരു 10-100 കൊല്ലത്തേക്ക് അന്തരീക്ഷ കാർബൺ നമ്മൾ ശേഖരിച്ചിട്ട് ഒരു അടപ്പിൽ വെച്ചിട്ട് ഒരു സൂക്ഷിക്കുകയാണ്. ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയ ആഗ്രഹം, സത്യം പറയാലോ, അങ്ങനെ അല്പം നാണത്തോടെയൊക്കെ ആണെങ്കിൽ പറയാം, അതായത് മുയലിനെ അടിച്ച് കൊന്നിട്ട് കൊണ്ടുവരണം. അതായത് ഈ മുയലിനെ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഹാമർ തന്നിട്ട് അതിനെ തല്ലി കൊല്ലാനാണെന്ന് പറയുന്നത്. ഭൂമിയിലെ അവസാനത്തെ മനുഷ്യനോടും ഉള്ള സ്നേഹം കഴിഞ്ഞിട്ട് എനിക്ക് ഏത് ജീവിയോടും സ്നേഹം. എന്തൂസിയാസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രലേഖകനും ശാസ്ത്രചിന്തകനും ശാസ്ത്രപ്രചാരകനുമായ, മാഷിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ ശാസ്ത്ര തോന്നിയാസിയായ ശ്രീ വിജയകുമാർ ബ്ലാത്തൂരാണ്. അപ്പോൾ മാഷെ ഏത് രീതിയിലാണ് സമൂഹത്തിന് പരിചയപ്പെടുത്താമെന്ന് ഞങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് മുന്നേ ആലോചിച്ചപ്പം പല തലത്തിൽ പറയാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നി. കാരണം ഒരു ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്തു, സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ജോലി ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ശാസ്ത്രം വളർത്താനും ശാസ്ത്രചിന്ത വളർത്താനും ഒരുപാട് ലേഖനങ്ങൾ എഴുതി, ചലച്ചിത്രങ്ങൾ, ഡോക്യുമെൻ്ററികൾ ചെയ്തു. ഇപ്പോൾ ഇതാ യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വഴി ജീവശാസ്ത്രത്തെ പറ്റിയും ജൈവവൈവിധ്യത്തിനെ പറ്റിയൊക്കെയുള്ള കണ്ടൻറ്റ് ചെയ്യുന്നു. അപ്പം ഈ യാത്രയിൽ സാറ് ജനിച്ച് വളർന്ന സ്ഥലത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ നമ്മളൊരു കുട്ടിക്കാലത്ത് നമ്മൾ വളർന്ന ഒരു സ്ഥലം നമ്മുടെ ഭൂമിക എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അതെ, ഇതാണ് എൻ്റെ നാട്. അതായത് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിലൂടെ ചെറുപ്പത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തും അതിനു മുമ്പും ഒക്കെ നടന്നിട്ടാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു പ്രദേശങ്ങളാണ്. അധികം ആൾക്കാരൊന്നും അന്ന് അറിയാതെ കാടിൻ്റെ ഉള്ളിലേക്ക് കൂടി ഞങ്ങൾ നടക്കുമായിരുന്നു. ബ്ലാത്തൂർ എന്ന് പറയുന്നത് കണ്ണൂര് ഒരു ഉള്ളിലുള്ള വളരെ കുഗ്രാമം എന്ന് വേണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും വിളിക്കാവുന്നത്, വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളോട് സാദൃശ്യമുള്ള ചുറ്റും കാടുകൾ, അണ്ടിക്കാടുകളും കശുവണ്ടിയും ഒക്കെ ആയിട്ട് ആരും മനുഷ്യവാസം ഇല്ലാതെ ഒരു ചെറിയ വയലും അതിന് ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ. അപ്പം ഞങ്ങളുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് മുഴുവൻ ഈ ചുറ്റുമുള്ള കാട്ടിലാണ്. കാട് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാട്ടല്ല, കാട് പിടിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ. വലിയ കൃഷിയൊന്നും കാര്യമായിട്ട് ചെയ്യില്ല. ഓരോ വർഷവും അതിന് പൊഴിഞ്ഞു വീഴുന്ന കശുവണ്ടി ശേഖരിക്കലാണ് പ്രധാനമായിട്ടുള്ള വരുമാനം. കുറച്ച് നെല്ലും കൃഷി ചെയ്യുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ പശുവിന് മേക്കലായാലും അതേപോലെ ചെങ്കൽ പാറകൾ, വലിയ 3000-4000 ഹെക്ടറൊക്കെ സ്ഥലം ഇതിന് ചുറ്റും ചെങ്കൽ പാറ പരപ്പുകളാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഭൂമിക എന്ന് പറയാവുന്നത്, നമ്മളിപ്പോൾ മാടായിപ്പാറയെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു പ്രദേശമാണ്. അതിൻ്റെ എത്രയോ മടങ്ങ് അതേ സമാന സ്വഭാവമുള്ള പ്രദേശത്താണ് ഞങ്ങളൊക്കെ ജീവിച്ചു വരുന്നത്. അപ്പോൾ ചുറ്റുമുള്ള ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും സഞ്ചരിച്ചിട്ടും ഒക്കെയാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവികളോടും ഒക്കെയുള്ള ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം വന്നത് ഓട്ടുറുമ എന്ന് പറയുന്ന മുപ്ലി ബീറ്റിലിനോടാണ്. കൗതുകം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിലെ ഗാന്ധിവിലാസം LP സ്കൂളിലെ മച്ചിൽ നിന്നും പൊഴിഞ്ഞു വീണ ആ ഒരു മുപ്ലി ബീറ്റിൽ എൻ്റെ ഉപ്പുമാവിൽ കുടുങ്ങിപ്പോയി. അതിനെ ചവച്ച രുചിയാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ അധികമൊന്നും ആർക്കും അറിയില്ല. അതിന് കുറേ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ BSc കെമിസ്ട്രി ഞാൻ മട്ടന്നൂർ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ കവിതയൊക്കെ എഴുതി നടക്കുന്ന ഒരു കാലമാണ്. MM വിജയൻ മാഷിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് നടക്കുന്ന ഒരു കാലം. അപ്പോൾ ഈ ഇതിനെ പറ്റിയിട്ട് ഞാൻ എഴുതിയിട്ട് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. കുട്ടേട്ടൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുണ്ണി മാഷാണ് അന്ന് ആ ബാലപംക്തി കൈകാര്യം ചെയ്തത്. അദ്ദേഹം ഇത് വായിച്ചിട്ട് എനിക്ക് തിരിച്ചൊരു മറുപടി അയച്ചു. ഇതെന്താ ജീവി എന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല, അപ്പോഴൊന്ന് വിശദമായിട്ട് എഴുതിയിട്ട് തിരിച്ചയക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് തിരിച്ചയക്കാൻ പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ളൊരു ലേഖനം എഴുതാൻ. അത് എഴുതുന്നത് ഞാൻ 2016 ദേശാഭിമാനിയിലാണ്. അപ്പം കുറേ കാലങ്ങൾ ഇതിനെ ഒബ്സർവ് ചെയ്തു. ഒരേ സമയം ഞാൻ കുറച്ച് ചിത്രം വരയ്ക്കുന്ന ആളാണ്. ചിത്രത്തിൻ്റെ കൂടെ കുറേ കാലം സഞ്ചരിച്ചു, കുറേ കാലം കവിതയും കൊണ്ട് നടന്നു, കുറേ കാലം നാടകവും കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിലെത്തി. സിനിമ പഠിക്കാൻ പോയി, കുറച്ച് ഫിലിം അപ്രീസിയേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞ് അത് പഠിച്ച് കുറേ സിനിമകളൊക്കെ ഡോക്യുമെൻ്ററി ചെയ്തു. അങ്ങനെ ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ എന്നെ നിർവഹിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന ഇഷ്ടങ്ങളും പാഷനും കൂടെ പോവുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗവും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ സ്കിൽ അല്ലെങ്കിൽ ഒരു നിരീക്ഷണ പാഠം എന്ന് പറയുന്നത് ഒരു ജൈവശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു കോർ സ്കിൽ എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ, ആ ക്യൂരിയോസിറ്റി. അപ്പോൾ ചെറുപ്പത്തിൽ ഈ ഇത്തരത്തിൽ ചുറ്റുപാടിനെ പറ്റിയും ജീവികളെ പറ്റിയും ക്യൂരിയസ് ആക്കാൻ സഹായിച്ച ഒരു പർട്ടിക്കുലർ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ശീലമോ ഉണ്ടോ? അങ്ങനെ ജീവികളെ പറ്റിയിട്ടായിട്ടല്ല, ഞാനൊരു സയന്റിഫിക് തിങ്കിങ്, ഞാൻ കഴിഞ്ഞ ഒരു 35 വർഷമായിട്ട് ശാസ്ത്ര പ്രചരണം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വിഷയ മേഖലയായിരുന്നു.
അതായത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 1984 ഞാൻ പരിഷത്തിൻ്റെ ഈ കൂടുതലായിട്ട് അറിയുന്നത്. ആ കാലത്ത് അന്ന് കോളേജിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കെമിസ്ട്രിക്ക് പുതുതായിട്ട് വന്നു ചേർന്ന ഒരു സാറാണ് ഈ ഇതിലേക്ക് ഒരു സയൻസിനെ ഇങ്ങനെ സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയൊക്കെ പറഞ്ഞു തരുന്നത്. അദ്ദേഹം അവിടെ കോളേജിലെ ഒരു സയൻസ് ഫോറത്തിൻ്റെ ഒരു ബോർഡ്, സയൻസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഏറ്റവും പുതിയ ശാസ്ത്ര വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ, അപ്പോഴേ എനിക്കൊന്നും ഇംഗ്ലീഷൊന്നും വായിച്ചിട്ടൊന്നും അന്നേരം പരിചയമൊന്നുമില്ല. അപ്പോഴും അവിടെ ഉണ്ടാകുന്ന ലൈബ്രറിയിൽ ഉണ്ടാകുന്ന എക്സ്പ്രസ്സിലും ഒക്കെ ഉണ്ടാകുന്ന ചെറിയ കട്ടിങ്ങുകളൊക്കെ അദ്ദേഹം എന്നോട് പറയും, ഇതൊന്ന് മലയാളത്തിലാക്കി നോക്കൂ എന്ന് പറയും. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് മലയാളത്തിൽ, എനിക്ക് അത്യാവശ്യം മലയാളത്തിൽ എഴുതാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് പറയുമ്പോൾ സയൻസ് അതൊക്കെ തിരുത്തിയൊക്കെ തന്ന് ആ ബോർഡിൽ അത് എഴുതി പതിപ്പിച്ച് തുടങ്ങുന്നതാണ് ആദ്യമായിട്ടുള്ള സയൻസിൻ്റെ ഒരു എൻ്റെ ഒരു രീതിയിൽ അങ്ങനെ ഞാൻ പോകുന്നത്. അതത്ര വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പിന്നീട് ഞാൻ ആ ജോലിയൊക്കെ കിട്ടി തിരുവനന്തപുരത്തെത്തി. എനിക്ക് അതും വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ആ ഒരു ഫാർമസി പ്രൊഫഷനിലേക്ക് എത്തുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ ഫാർമസി ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അവിടെ എത്തിയപ്പോൾ ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്, അതായത് ബ്ലാത്തൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വലിയൊരു സ്ഥലത്ത് 1991 എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ PSC പോസ്റ്റിങ്, ഞാൻ ആദ്യമായിട്ട് എഴുതിയ PSC, അതിൽ ഒറ്റൊരു പോസ്റ്റിന് വേണ്ടി എഴുതി, എനിക്ക് കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ജോലി കിട്ടുമെന്നൊന്നും. പക്ഷേ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്ത അന്ന് സംഭവിച്ചൊരു വലിയ സംഭവമുണ്ട്. കൗതുകരമാണ്, രസകരമാണ്, ഭീകരമാണ്. അതായത് ഞാൻ അവിടെയുള്ള ഫാർമസിയിലെ തന്നെ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ ഫാർമക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് പോസ്റ്റ്, അവിടുത്തെ ടെക്നീഷ്യനായിട്ട്. അതായത് അവിടെ വേണ്ട ജീവികളിൽ പരീക്ഷണം നടത്താൻ വേണ്ട മരുന്നുകൾ ഉണ്ടാക്കൽ, ആംബ്യൂളുകളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ എനിക്ക് ആ മരുന്നുകൾ, അസ്റ്റൈക്കോളിൻ, അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന ഇഞ്ചക്ഷൻസിൻ്റെ ആംബ്യൂളുകൾ ഉണ്ടാക്കലായിരുന്നു എൻ്റെ ജോലി. അതിന് ഞാൻ ജോയിൻ ചെയ്യാൻ പോയ അന്ന് ഈ ലാബിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ഫാർമക്കോളജി ലാബിൽ പലതരത്തിലുള്ള മൃഗങ്ങളിലും ജീവികളിലും പരീക്ഷണം നടത്തുകയാണ് ചെയ്യുക. ഫാർമക്കോളജി B.Pharm-ഉം M.Pharm-ഉം PhD-യും ചെയ്യുന്നവർക്ക്. എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ഒന്നും അറിയാതെ അവിടെ ജോയിൻ ചെയ്തതാണ്. അപ്പോഴവിടെയുള്ള ഹെഡ്, അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ആനിമൽ അറ്റൻഡർ ഉണ്ട്. അവിടെ അതിനായിട്ടൊരു ആനിമൽ ഹൗസും ഒക്കെ ഉണ്ട്. അതായത് നായ, മുയലുകൾ, ഗിനിപ്പന്നികൾ, അതേപോലെ ആൽബിനോ റാറ്റ്സ്, ഇതൊക്കെ അവിടെ വളർത്തിയും ഇതിൻ്റെ അകത്താണ് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അന്നത്തെ ഉച്ചക്കുള്ള ക്ലാസ്സിൽ റാബിറ്റിൻ്റെ ഇൻറ്റസ്റ്റൈൻ എടുത്തിട്ട് അതിൻ്റെ അകത്താണ് പരീക്ഷണം നടത്തേണ്ടത്. അതായത് ഇൻറ്റസ്റ്റൈൻ മുറിച്ചെടുത്തിട്ട് അത് ഒരു ഹുക്കിൽ കൊളത്തിയിട്ട് എല്ലാ കുട്ടികളും, ഒരു ഡ്രമ്മൊക്കെ ഉണ്ടാവും, വളരെ പ്രാകൃതമാണ്, കരി പിടിപ്പിച്ച ഒരു ഡ്രമ്മിൽ ഒരു സൂചിയൊക്കെ വെച്ചിട്ട് ഈ ഇൻറ്റസ്റ്റൈൻ്റെ മുകളിൽ മരുന്ന് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, നമ്മളെ പെരിസ്റ്റാലിസ് മൂവ്മെൻറ്റ്. അതിൻ്റെ മരുന്നുകളുടെ എഫക്റ്റാണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് മരുന്ന് പ്രിപ്പയർ ചെയ്യാനേ എന്നോട് പറയുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്നോട് പറഞ്ഞത് അന്ന് ആനിമൽ അറ്റൻഡർ ഇല്ല, അതുകൊണ്ട് ഈ സ്പെസിമെൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ, അതായത് മുയലിനെ അടിച്ച് കൊന്നിട്ട് കൊണ്ടുവരണം. അതായത് ഈ മുയലിനെ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഹാമർ തന്നിട്ട് അതിനെ തല്ലി കൊല്ലാനാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആകെ സ്തംഭിച്ചു പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉദ്യോഗം കിട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആരാച്ചാരുടെ ജോലിയാണ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് മുയലുകളോടൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എന്നോട് മുയലിനെ കൊല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ്. അതായത് MD ഫാർമക്കോളജിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡയറക്ടറുടെ വൈഫാണ്. പഴയ രാജകുടുംബത്തിൻ്റെ പ്രതാപങ്ങളൊന്നും ഇപ്പോഴും വിടാതെ ഇപ്പോഴും അടിമ വ്യവസ്ഥയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നവരും അത്രയും പവർഫുൾ ആയിട്ടുള്ളവർ. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോ കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നി. എനിക്കിതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. അപ്പോഴവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലി തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എല്ലാവരും സ്റ്റാഫും ബാക്കിയും എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ അതിന് മുമ്പുള്ളവർ അങ്ങനെ ചെയ്തിരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ജീവിയും ഞാൻ കൊല്ലില്ല, ഇനി ഞാൻ കൊല്ലുന്ന ജോലി എനിക്ക് വേണ്ട, ഞാനത് ചെയ്യില്ല എന്ന്. എങ്കിലും ജോലി ഒഴിവാക്കി പോകൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാജിവെച്ച് പൊക്കോളുന്നു. പക്ഷെ അവരത് വിശ്വസിച്ചില്ല. അതായത് ഒരു PSC കിട്ടിയ ഒരാൾ ഈ ജോലി രാജിവെച്ചു. ഞാൻ യഥാർത്ഥത്തിൽ ജോലി രാജിവെക്കാൻ റെഡിയായിരുന്നു. അതായത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ജോലിയെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അന്നങ്ങനെ ക്ലാസ്സൊന്നും നടക്കാതെ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു ആനിമൽ അറ്റൻഡർ വരും നിങ്ങളോട് അവർ പറഞ്ഞ് അതങ്ങ് പോയി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ലാബിലുള്ള പല ജീവികളെ എനിക്ക് വർഷങ്ങളോളം അതിനെ നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. പലതരത്തിലുള്ള മുയലുകളുടെ ഒരു ജീവിതം, ആൽബിനോ റാറ്റുകൾ, അധികം പരിചയമില്ല. ഗിനിപ്പന്നികളെ നമ്മൾ ആദ്യമായിട്ട് കാണുക, 100 കണക്കിന് ഗിനിപ്പന്നികൾ അവിടെ ഉണ്ടാവും. അതേപോലെ തവളകളെ കൊണ്ടുവരുന്നു. അപ്പോഴങ്ങനെ ഒരു
പ്രധാനമായിട്ടും ഞാൻ സയൻസ് അതിനു മുമ്പുണ്ടായിരുന്ന ഭോപ്പാൽ ദുരന്തത്തെ പറ്റിയിട്ടും അതുപോലെയുള്ള ലേഖനങ്ങളൊക്കെ ദേശാഭിമാനിയിലൊക്കെ എഴുതി തുടങ്ങിയിരുന്നു ആ സമയം തന്നെ. പക്ഷെ എനിക്ക് ജീവികളിലേക്കുള്ള താല്പര്യം വരുന്നത് ആ ലാബിൽ വെച്ചാണ്. ഞാൻ ജീവികളെ ഇത്രയധികം, അതായത് എനിക്ക് കാര്യമായിട്ടുള്ള ജോലിയൊന്നും ഇല്ലായിരുന്നു. ഈ മരുന്നുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് തീരുന്ന ജോലിയാണ്. അത് കഴിഞ്ഞുള്ള മുഴുവൻ സമയവും എനിക്ക് വേറെ എവിടെയും പോകാനില്ല. അപ്പോഴും ഞാൻ ഈ ജീവികളെയൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ജീവികളിലേക്ക് ഇഷ്ടമുണ്ടാക്കിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി ലാബിൽ വെച്ചാണ്. ആ ഒരു സഹവാസം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് പക്ഷെ അപ്പോഴൊന്നും ഞാൻ ജീവികളെ പറ്റിയിട്ടൊന്നും എഴുതുന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നീട് ദീർഘകാലം പല ജോലി ഞാൻ അവിടെ നിന്നും ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മാറി വന്നതിന് ശേഷം കാര്യമായിട്ട് യാത്ര ചെയ്യുമായിരുന്നു. പല ഇന്ത്യയിലെ നോർത്തിലുള്ള ഒരുവിധം സംസ്ഥാനങ്ങളിലൊക്കെ പരിഷത്തിൻ്റെ കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന യാത്രകളിൽ, അതായത് BGVS എന്ന് പറയുന്നത് ഭാരത് ഗ്യാൻ വിഗ്യാൻ സമിതി, ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവരിങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഉള്ളിലുള്ള ഗ്രാമങ്ങളിൽ കേരളത്തിൽ നിന്ന് നമ്മൾ പോയിട്ട് ദിവസങ്ങളോളം, ചിലപ്പം 2 ആഴ്ചയൊക്കെ അവിടെ താമസിച്ചിട്ട് ഗ്രാമങ്ങളിൽ താമസിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ യാത്രകളിലൊക്കെ യാത്രയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒരു നാഷണൽ പാർക്ക് ഉണ്ടെങ്കിൽ അത് സന്ദർശിക്കാനുള്ള ഒരു ശ്രമം നടത്തും. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും എനിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ ഒരു ജോലി പോലെയാണ് എൻ്റെ ജോലി എനിക്ക് തോന്നാറ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ലീവിലൊക്കെ യാത്ര ചെയ്യും. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റും അതുപോലെയുള്ള എല്ലാ പ്രദേശങ്ങളും കഴിയുന്നത്ര സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞിരുന്നത്. എൻ്റെ വരുമാനവും അതിനു വേണ്ടിയിട്ടായിരുന്നു മാറ്റിവെച്ചിരുന്നത്. ശമ്പളത്തിൽ നിന്നും കിട്ടുന്നതൊക്കെ അത്യാവശ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാത്ര പോവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ നാഷണൽ പാർക്കുകളും അതേപോലെ തന്നെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട കാടുകളും ഒക്കെ വെറുതെ ഒന്നിനു വേണ്ടിയല്ല, എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അത് കുറേ ജീവികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആറളം പോലെയുള്ള, നമ്മുടെ തൊട്ടടുത്താണ് കണ്ണൂരുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. വളരെ ചെറുതാണെങ്കിൽ കൂടി അവിടെ ഉണ്ടാകുന്ന എല്ലാ വർഷവും അവിടെ ഈ ജനുവരിയിൽ ആദ്യത്തെ സെക്കൻഡ് സാറ്റർഡേ, എല്ലാ വർഷത്തെയും സെക്കൻഡ് സാറ്റർഡേയും അതിന് ശേഷമുള്ള ഞായറും അവിടെ ബട്ടർഫ്ലൈ സർവേ നടത്തും. അവിടെ വലിയ മൈഗ്രേഷൻ നടക്കുന്നത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൽബട്രോസ് ശലഭങ്ങൾ ബ്രഹ്മഗിരിയിൽ നിന്നും താഴോട്ട് ഇറങ്ങി ചീങ്കണ്ണിപ്പുഴയുടെ സൈഡിലൂടെ പോകുന്നത് ഉണ്ടാകും. അത് ഈ കഴിഞ്ഞ 10-25 വർഷമായിട്ട് സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ വർഷവും മുടങ്ങാതെ. അപ്പം അതിൽ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ കൂടെ പോകുന്നതോടുകൂടിയിട്ടാണ് എനിക്ക് പ്രാണികളിൽ ഇഷ്ടം വരാൻ തുടങ്ങിയത്. ചെറിയ ജീവികളിൽ. അതിനു മുമ്പ് ഞാൻ വലിയ ജീവികളായിരുന്നു നിരീക്ഷിച്ചിരുന്നെങ്കിലും ചെറിയ പൂമ്പാറ്റകളിലേക്കുള്ള ഇഷ്ടം വരുന്നത് അത്തരത്തിലുള്ള യാത്രയില്ല. അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വലിയ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. VC ബാലകൃഷ്ണൻ, അതേപോലെ ഗിരീഷ് മോഹൻ എന്നൊക്കെ പറയുന്ന, അതായത് അവരൊക്കെ വിനയരാജ് എന്നൊക്കെ പറയുന്നവരൊക്കെ കേരളത്തിലെ തന്നെ വിദഗ്ധന്മാരായിട്ടുള്ള ശലഭ നിരീക്ഷകരാണ്. അതുപോലെ ജാഫർ പാലോട്ട് എന്ന് പറയുന്ന ZSIയിലെ സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹവും വലിയ സഹായം ചെയ്യുന്ന വളരെ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ ഈ പൂമ്പാറ്റകളെ നിരീക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മറ്റ് വണ്ടുകൾ അതേപോലെ സാധനങ്ങളെയൊക്കെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിനെ പറ്റിയിട്ടൊന്നും നമ്മളെ കേരളത്തിൽ വലിയ രീതിയിൽ പഠനമൊന്നും നടന്നിട്ടില്ല. പൂമ്പാറ്റകളെയൊക്കെ ഒരുവിധം എല്ലാം നമ്മൾ കണ്ടെത്തി കഴിയും, അതിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ ഒരുവിധം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തുമ്പികളെയും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം മറ്റു പ്രാണികളെ പറ്റിയിട്ടുള്ള വലിയ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഇനി ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം, എങ്കിലും എനിക്കിഷ്ടമുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടാനും പഠിക്കാനും ഒക്കെ നടന്നു. ഇതാണ് സംഭവിച്ചത്. ആദ്യമായിട്ടൊരു വലിയ അത്ഭുതമാണ് ഈ ചെറിയ ജീവി എന്ന് തോന്നിയ ഒരു ജീവി ഏതായിരിക്കും? അത് ക്യാമഫ്ലാഷ് ആണ് യഥാർത്ഥത്തിൽ. എന്നെ പ്രതിഭാസമാണ്. അതൊരു യഥാർത്ഥത്തില് പരിണാമം എന്ന് പറയുന്നതിന് പലരും പഠിപ്പിച്ചത്, ബയോളജി ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല, ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി B.Pharm ഒക്കെ പഠിച്ചെങ്കിലും ബയോളജി എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും വായിച്ചു പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പരിണാമത്തെ എല്ലാവരും മനസ്സിലാക്കിയത് വളരെ തെറ്റായിട്ടാണെന്നാണ് എനിക്കറിയാം. അതായത് ഇപ്പോഴും ഒരു ശരാശരി മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്നാണ്. കുരങ്ങ് മാറി മനുഷ്യനാകുന്നതിനാണ് പരിണാമം. യഥാർത്ഥത്തിൽ ഡാർവിൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പം ജീവികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന വളരെ യാദൃശ്ചികമായിട്ട് വരുന്ന മ്യൂട്ടേഷനുകളോ എന്തെങ്കിലും ചേഞ്ച് മൂലം അവയുടെ രൂപത്തിലോ സ്വഭാവത്തിലോ മാറ്റം വരുന്നത് ആ ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായിട്ട് വരികയാണെങ്കിൽ അത് അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിണാമം. അപ്പോൾ
ഈ ഇലപ്രാണികൾ എന്നൊക്കെ പറയുന്ന ജീവികളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇല തന്നെയാണ്. ഒരു ഇലയുടെ അതിന്റെ വെയിന് തൊട്ടിട്ട് അതിൽ കീറിയ അടയാളം തൊട്ടിട്ട് അതിൽ പുഴുകുന്ന അടയാളം പോലും ഉണ്ടാവും എന്നുള്ള പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊരു ക്രിയേഷൻ അല്ലേ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുക എന്നല്ലാതെ ആ ജീവി ഒരു ഇലയോട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിന്റെ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കണമെങ്കിൽ അങ്ങനെ ഒരു രൂപം എങ്ങനെയാണ് അത് ഉണ്ടാകുക എന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ചിലപ്പോഴും ചില മാൻ ഫേസ്ഡ് സ്റ്റിംഗ് ബഗുകളുണ്ട്, അതായത് മനുഷ്യമുഖം പോലെ തോന്നിക്കുന്ന ചില ചാഴികളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ ആഫ്രിക്കൻ മുഖംമൂടികളൊക്കെ പോലെ ഉണ്ട് കണ്ടാല്. അപ്പോൾ ഞാൻ കരുതും ആ മനുഷ്യരുണ്ടായിട്ട് 2 ലക്ഷം വർഷമേ ഉണ്ടായിട്ടുള്ളൂ, ഇനി അവർ മുഖംമൂടി പോലെ ധരിക്കണ്ടെങ്കിലും വളരെ കുറഞ്ഞ വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഒരു അനുകരണം പോലെ എങ്ങനെയാണ് ഈ 1 കോടി വർഷമോ അല്ലെ 2 കോടി വർഷമോ മുമ്പ് ഉണ്ടായിരുന്ന ജീവിക്ക് ഉണ്ടാകുക? അപ്പോഴാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കോടാനുകോടി സാധ്യതകളിലുള്ള രൂപങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിൽ ചിലത് തിരഞ്ഞെടുക്കപ്പെടുകയാണ് എന്നുള്ള ഒരു അത്ഭുതം എനിക്ക് കുറെ കൂടി വിശദമായിട്ട് ആൾക്കാരോട് പറയണമെന്ന് തോന്നി. അതായത് പരിണാമം പറയാനാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രാണികളെ പറ്റി എഴുതുന്നത്, അല്ലാതെ എന്റെ അല്ല. ആത്യന്തികമായിട്ടുള്ള എന്റെ ഉദ്ദേശം പരിണാമം അല്ലെങ്കിൽ സയൻസ് പറയാന്നുള്ളത്, സയൻസ് പോപ്പുലറൈസ് ചെയ്യാന്ന്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാകാൻ അവർക്ക് ചുറ്റുമുള്ള ജീവികളെ പരിചയപ്പെടുത്തുന്നതാണ്. ഉറുമ്പുകൾ ഫെറമോൺ എന്തുകൊണ്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഉറുമ്പുകളുടെ സോഷ്യൽ ലൈഫ്. നമ്മളെപ്പോഴും പറയും ഒരു ആണും പെണ്ണും ആയിട്ട് ജീവിതം എല്ലാ ജീവികൾക്കും. നമ്മുടെ പല മതങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാത്തിന്റെ ഇണകളെ ഉണ്ടാക്കി എന്നൊക്കെ പറയും. പല ജീവികൾക്കും അങ്ങനെ ഇണയില്ല. എല്ലാത്തിനും പല ചെറിയ ജീവികൾ, അട്ടക്കായാലും ഒച്ചിനായാലും മണ്ണിരക്കായാലും ആണും പെണ്ണും ഒന്ന് തന്നെയാണ്. അവര് തന്നെ പരസ്പരം ഇണചേർന്നിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ചിലതിനൊക്കെ അങ്ങനെ ഇണചേരേണ്ട ആവശ്യമേ ഇല്ല. പലതരത്തിലുള്ള ജെക്കോകൾ, അതായത് ചിലതരം പല്ലിവർഗ്ഗങ്ങളിൽ ഇതുവരെ ആണിനെ കണ്ടിട്ടില്ല, അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള മതം ഒക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ലോകഘടന സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ രസകരമാണ് പരിണാമം എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തത്. പിന്നെ എനിക്ക് അത് പഠിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് അതിൽ വലിയ ഇഷ്ടം തോന്നാൻ തുടങ്ങി. കാരണം നമ്മുടെ ചുറ്റുമുള്ള ജീവികളാണ്, വലിയ ആനയും കാട്ടുപോത്തിനെയും ഒക്കെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ഇൻസെക്റ്റുകളുണ്ട്, ലക്ഷക്കണക്കിന്. ആ ഇൻസെക്റ്റുകളെ പറ്റിയിട്ടൊന്നും ആർക്കും പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. ഇനിയും എത്രയോ 100 കണക്കിന് ഇൻസെക്റ്റുകളെ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടാവും. നമുക്ക് അവയുടെ പ്രത്യേകതകൾ ചിലപ്പോൾ നമുക്ക് മനുഷ്യവംശത്തിന് തന്നെ ഗുണകരമായിട്ടുള്ള പലതരത്തിലുള്ള ഔഷധങ്ങൾ, നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ ലാഭം നോക്കിയിട്ടാണ് മനുഷ്യൻ പറയാം, അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ചിലപ്പോൾ രോഗം ഉണ്ടാക്കുന്നത്, അതിന് തടയാൻ പറ്റുന്നത് ഒക്കെ നമ്മൾ കരുതുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യജീവിതം കുറെ കൂടി മെച്ചപ്പെടുത്തുന്നതാക്കാൻ വേണ്ടിയിട്ട് ഇൻസെക്റ്റുകൾക്ക് റോൾ ഉണ്ടാവും. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക്, ഒരു ജീവികളെ പറ്റി വീഡിയോ ചെയ്യുന്ന, ജീവികളെ പറ്റി പഠിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ടേക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. തെരുവ് നായ്ക്കളുടെ ഒരു പ്രശ്നം, അത് തെരുവ് നായ്ക്കളുടെ പ്രശ്നം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമായി വരികയാണ്. ഇപ്പോൾ നമ്മളടുത്ത് ഒരുപാട് അതിക്രമങ്ങൾ, പട്ടികൾ കാണിക്കുന്നു, ആളുകൾ ഡയറക്റ്റ്ലി എഫക്റ്റഡ് ആവുന്നു. തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത്? ശരിക്കും തെരുവ് നായ എന്ന് പറഞ്ഞിട്ടൊരു നായ ഉണ്ടാകാൻ പാടില്ല. അതായത് തെരുവ് നായ എന്ന് പറഞ്ഞൊരു ജീവി എങ്ങനെയാണ് ഉണ്ടാകുക? വളർത്തു നായകൾ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് നായ എന്ന് പറയുന്ന ഒരു ജീവി ഭൂമിയിൽ പ്രകൃത്യ ഉണ്ടായ ഒരു ജീവിയല്ല. പലരും തെറ്റിദ്ധരിക്കുന്നത് കാട്ടിലൊരു നായ ഉണ്ടാവും, അതിന്റെ ഒരു നാട്ടു വേർഷൻ ആയിരിക്കും നമ്മൾ വളർത്തുന്ന നായകൾ എന്നാണ്. അങ്ങനെയല്ല, കാട്ടിൽ നായ ഇല്ല. കാട്ടിലുള്ളത് നമ്മൾ വളർത്തുന്ന ഡൊമസ്റ്റിക് ചെയ്ത നായ എന്ന് പറയുന്നത് യൂറോപ്യൻ ചാരച്ചെന്നായികളാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാര് ഹോമോസാപ്പിയൻസ് ബാക്കിയായത് പോലും ഈ നായകളുള്ളത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് അങ്ങനെയുള്ള ഒരു കൂടിയുണ്ട്. തുണയായിട്ടല്ല, അതായത് ഒരേ സമയത്ത് ഇവര് ഒരു പാക്കായിട്ട് ജീവിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു ഈ ചെന്നായ്ക്കള്. അവരുടെ ഒരു സ്വഭാവത്തിനോട് സമാനമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള മനുഷ്യന്മാരുടെ ഒരു കൂട്ടത്തെ കണ്ടപ്പോൾ മനുഷ്യന്മാരെ ഇവ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാണെന്ന് പോലും പറയാറുണ്ട്. അതായത് രണ്ടുപേർക്കും ഇവർക്ക് പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കൂടെ അവര് നമ്മളെ കൂടെ വന്നതാണ്, അല്ലാതെ നമ്മൾ അവരെ കൊണ്ടുവന്നതല്ലാന്ന്. വളരെ യാദൃശികമായിട്ട് ഇണങ്ങുന്ന ഒരു ചെന്നായി കുട്ടിയെ ആരും എടുത്ത് വളർത്തിയായിരിക്കും. പിന്നീട് അവയിലൊക്കെ അഗ്രസീവ് അല്ലാതെ സ്വഭാവം ഇല്ലാത്ത സൈസിനെയൊക്കെ നമ്മൾ പല വിധത്തിലുള്ള സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി, അതായത് നമ്മൾ ഉണ്ടാക്കിയ ജീവിയാണ്, മനുഷ്യ സൃഷ്ടിച്ച ജീവിയാണ് ഈ നായ. അതായത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് മനുഷ്യവർഗം ബാക്കിയായത് നമ്മൾ ഈ പറഞ്ഞ പോലെ
കാട്ടിൽ ജീവിക്കുമ്പോൾ ഉം. നമുക്ക് വേട്ടയാടാൻ വേണ്ടി സഹായിച്ചത് ഇവരാണ്. ഉം. പല വാണിങ്ങും അന്നുണ്ടായിരുന്ന കാട്ടിലുണ്ടായിരുന്ന നമ്മൾ ഐസ് ഏജിൻ്റെ ഒക്കെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പല വന്യമൃഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചത്, അതായത് മുന്നറിവ് തന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇവരില്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗം ഉണ്ടാകണമെന്നില്ല. നിയോണ്ടർത്താലുകൾ എന്തോ കാരണം കൊണ്ട് ഈ ജീവിയെ അടുപ്പിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർ കുറ്റിയേറ്റ് പോയത്, അവർ പട്ടിണി കിടന്ന് ചത്തുപോയതായിരിക്കും. മേ ബി ഒരു കാരണമാവാം. നമ്മൾ ഭക്ഷണം കിട്ടിയത് നമുക്ക് ഇവർ വേട്ടയാടിയോ അല്ലെങ്കിൽ വേട്ടയാടാൻ സഹായിച്ചോ. നമ്മുടെ കയ്യിൽ ഒരു കുന്തം മാത്രമേ അന്നുള്ളൂ. ആ ദൂരത്ത് കിട്ടുന്ന ജീവികളെ കിട്ടുമായിരുന്നുള്ളൂ. ഇവര് ഓടിച്ചു പിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചിരിക്കും. അതേപോലെ നമ്മൾ ഭക്ഷണം തേടിയതിന്റെ ബാക്കി അവർക്ക് കൊടുത്തിരിക്കും. അപ്പോൾ എപ്പോഴും മനുഷ്യന്റെ കൂടെയുള്ള ജീവിയായിരുന്നു. വീട്ടിലെ കാവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വാണിംഗ് തരാൻ വേണ്ടിയിട്ട്. ഒരു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. പെറ്റായിട്ട് വളർത്തുന്നത് കൂടാതെ സാധാരണ നായ്കളുടെ ആവശ്യം നമുക്കില്ല. സർവൈലൻസ് ക്യാമറകൾ വന്നു, വീട്ടിൽ ഗേറ്റ് വന്നു, വേറെ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ നമ്മൾ ആക്രമിക്കുന്ന ഒരു അവസ്ഥയില്ലാതായി. അതോടുകൂടിയാണ് പലപ്പോഴും ഈ നായകൾ തെരുവിലേക്ക് എത്തുന്നത്. തെരുവിലേക്ക് എത്തുമ്പോൾ ഈ നായ എന്ന് പറയുന്ന മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ജീവിയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നായയുടെ ഫ്രണ്ടൽ ലോബ്, തലച്ചോറിന്റെ മുൻഭാഗം വളരെയധികം വികസിച്ചതാണ്, മനുഷ്യനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇമോഷൻ കൈമാറാൻ വേണ്ടി പോലും പറ്റുന്ന ജീവിയാണ്. കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ വേറൊരു ജീവിക്കും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ ഇമോഷൻസ് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഒരാളുടെ നമ്മൾ വളർത്തുന്ന നായയാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ആ നായക്കറിയും. നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഒരിക്കലും വന്ന് നമ്മുടെ ദേഹത്തേക്ക് സാധാരണ ഒരു നായ കയറില്ല. അതിന് മനസ്സിലാവും നമുക്ക് സങ്കടമുണ്ട്, അതിനോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം മനുഷ്യനോട് സമാനമായിട്ടുള്ള പല ഗുണങ്ങളും ആർജിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത്, പരിണമിച്ചതെന്നും പറയാൻ പറ്റില്ല, നമ്മൾ പരിണമിപ്പിച്ച ജീവിയാണ്. അതിന് നമ്മൾ തെരുവിലാക്കി എന്നുള്ളതാണ് പ്രശ്നം. അതോടുകൂടി തന്നെ അവരുടെ ബേസിക്കായിട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു പാക്ക് സ്വഭാവമുണ്ട്, ചെന്നായുടെ സ്വഭാവം. അതൊക്കെ മൂടി വെച്ചിരിക്കുന്നത് ഈ സ്നേഹം കൊണ്ടാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന സ്നേഹം, അതിന് അവര് നമുക്ക് നൽകുന്ന റിവാർഡുകൾ, നമ്മൾ കൊടുക്കുന്ന റിവാർഡുകളൊക്കെ കൊണ്ടാണ് ഇവര് നമ്മളോട് ഇത്തരത്തിൽ ഇഷ്ടത്തോടെ പെരുമാറുന്നത്. അവർ തെരുവിലാകുന്നതോട് കൂടിയിട്ട് അത് അവരുടെ വന്യമായിട്ടുള്ള സ്വഭാവം പുറത്തെടുക്കും. രാത്രി ഒറ്റക്കാവുന്നവരെ ചിലപ്പോൾ ഇവർക്ക് പാക്കായിട്ടൊന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് പോലും അതുകൊണ്ടാണ്. പിന്നെ അവരുടെ അനുഭവങ്ങൾ അവരുടെ സ്വഭാവത്തെ മാറ്റും. നമ്മളെ പോലെ തന്നെ, മനുഷ്യനെ പോലെ തന്നെ. അതായത് ഇതൊരു വന്യമൃഗം അല്ല. അപ്പം തെരുവിൽ നിന്ന് എപ്പോഴും ഇവർക്ക് പീഡനമാണ് മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുക, കല്ലെറിയ അല്ലെങ്കിൽ ആരെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ രണ്ടു കാലിൽ നടക്കുന്ന ജീവി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഗ്ഗശത്രുവായി കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും സാഹചര്യം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ ആക്രമിക്കുക എന്ന് പറയുന്ന അവരുടെ ഇഷ്ടങ്ങളിൽ ഒന്നാണ്, അതായി വരുന്നതാണ്. അപ്പൊ നമുക്ക് അവരെ അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവ് നായികളെ മുഴുവൻ കൊല്ലലല്ല പരിഹാരം. തെരുവ് നായികളെ ഇനി തെരുവ് നായികൾ ഇല്ലാതെ പുതുതായിട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് വളർത്തു നായികൾക്കെല്ലാം ലൈസൻസ് വേണം. അതിനെ തെരുവിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ അവർക്ക് അതിനുള്ള പരിഹാരം അവർ തന്നെ, അതാത് വ്യക്തികൾ, ഓരോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനുള്ള പരിഹാരം. പക്ഷേ നിലവിൽ ഇപ്പോഴും തെരുവിൽ ലക്ഷക്കണക്കിന് പട്ടികളുണ്ട്. അതിനെന്ത് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സങ്കീർണമാണ്. ഇപ്പോഴും ചെയ്യുന്നത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ABC എന്ന് പറയുന്ന അത് നടക്കുന്നത്, ഇതിനെയൊക്കെ വന്ധ്യംകരണം ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രധാനമായിട്ടുള്ള ഇത് ഞങ്ങളുടെ നാട്ടിലാണ്. ഈ പടിയൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലുള്ള കൊണ്ടുവന്നിട്ട് അതിനെ ഇത് വന്ധ്യംകരണം ചെയ്തതിൻ്റെ ശേഷം അതേ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവാണ്. പക്ഷേ ഇതിലും കുറേ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. എല്ലാ പഞ്ചായത്തുകളും വിഹിതം കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. എങ്കിലും അവയെ തിരിച്ചു പിടിക്കുക, അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവിടണം എന്നൊക്കെയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ തിരിച്ചു കൊണ്ടുവിടുമ്പോൾ ആ നാട്ടുകാർ അത് അനുവദിക്കില്ല. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ സ്ഥലത്തായിരിക്കും കൂടുതലായിട്ട് ഇപ്പോൾ തെരുവുപട്ടികൾ വരിക. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല പട്ടികളുടെ, നായകളുടെ വിഷയം. അതേസമയം പെറ്റായിട്ട് വളർത്തുന്നതിനോട് സ്നേഹം അതിര് കവിഞ്ഞ് കൊടുക്കുന്നവരുണ്ട്. തിരിച്ചിട്ടും ഇതേപോലെ തന്നെ തെരുവിലുള്ള പട്ടികളെ ഭക്ഷണം കൊടുത്ത് അതിനെ എന്തോ വലിയ മഹത്കർമ്മമായിട്ട് ചെയ്തുകൊണ്ട് ഇതിനെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അതും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ അവർ അതേ പിടിച്ചു കൊണ്ടുപോയിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ വീട്ടുനായായിട്ട് വളർത്തുക. അതാണല്ലോ അത്. തെരുവ് നായ എന്ന് പറഞ്ഞൊരു നായയില്ല. അപ്പോൾ തെരുവ് നായകളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് ഒരു സാമൂഹ്യദ്രോഹമാണ്. നിങ്ങൾക്ക് മൃഗസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നായകളെയൊക്കെ നിങ്ങളെ വീട്ടിൻ്റെ അകത്തും മുറ്റത്തും ഒക്കെ നാട്ടുകാർക്ക് ശല്യമില്ലാത്ത വിധത്തിൽ വളർത്തുക എന്നുള്ളത് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ. ബേസിക്കലി അതിനെ അഡോപ്റ്റ് ചെയ്യൽ മാത്രമാണ്. അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് നിയമപരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ മേനകാ ഗാന്ധിയെ പോലെയുള്ളവർ അനാവശ്യമായിട്ട് അവരുടെയൊക്കെ ചിലപ്പോൾ വെറും
ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അവരുടെ മൃഗസ്നേഹമൊന്നുമല്ല, അവർ പ്രത്യേക തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ ചെയ്യുന്നതാണെന്നാണ് ഞാൻ പലപ്പോഴും കരുതാറ്. അല്ലാതെ മനുഷ്യന്മാരുടെ മനുഷ്യന്മാർക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുക എപ്പോഴും. മൃഗങ്ങളോടൊക്കെ സ്നേഹമുണ്ടെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിവർഗത്തിൻ്റെ കൂടെയാണ് ഞാൻ. അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഭൂമിയിലെ അവസാനത്തെ മനുഷ്യനോടും ഉള്ള സ്നേഹം കഴിഞ്ഞിട്ടേ എനിക്ക് ഏത് ജീവിയോടും സ്നേഹമുള്ളൂ. ഈ കുറുക്കനും കുറുനരിയും ഫോക്സും ജക്കാളും ഇത് രണ്ടും ഒന്നാണെന്നും രണ്ടാണെന്നും ഒക്കെ പല സംസാരം കേൾക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? രണ്ട് ജീവികളാണ്. ഈ ജീവിയെ പണ്ടുണ്ടായിരുന്നത് പറശ്ശിനിക്കടവ് കണ്ണൂർ സ്നേക് പാർക്കിൽ ഉണ്ടായിരുന്ന ഒരു ജീവി. അതിന്റെ ഫോട്ടോ മാത്രമേ ഇപ്പോഴും പല സ്ഥലത്തും ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത് ചത്തുപോയി. ബാക്കിയുള്ള ഒരു ഫോട്ടോ ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതിന്റെ ഫോക്സിൻ്റെത്. അദ്ദേഹം പറയുന്നത് അതാണ് കുറുക്കൻ. നമ്മൾ ഉപയോഗിച്ചിരുന്ന കുറുക്കൻ എന്ന് പറയുന്ന ചെറിയ ജീവിയായിരുന്നു. അത് പൂച്ചയുടെ മാത്രം വലിപ്പമൊക്കെയുള്ള ഒരു ജീവിയാണ്. നമ്മൾ കാണുന്ന നായയുടെ വലിപ്പമുള്ള ജീവിയല്ല. അത് ജാക്കാളാണ്. അത് എന്ന് പറയുന്ന വേറെ ജനുസിൽപ്പെട്ട ജീവിയാണ്. അത് ഓറീസ് എന്ന് പറയുന്ന കാനീസ് എന്ന് പറയുന്ന ജനുസിൽപ്പെടുന്ന ജീവിയാണ്. ഇത് വൾപ്പസ് എന്ന് പറയുന്ന ജനുസിൽപ്പെടുന്ന ജീവിയാണ്. വൾപ്പസ് ബംഗാളൻസിസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കുറുക്കൻ. എത്ര ഡിഫറെന്റ് ആണ് വളരെ. അവ തമ്മിൽ ഒരു ബന്ധവുമില്ല. വേണമെങ്കിൽ രണ്ട് ജീവികളാണ്. നമ്മൾ ഒന്ന് വളരെ വലുതാണ്, ഒന്ന് വളരെ ചെറുതാണ്. ഒറ്റയ്ക്ക് മാത്രം സഞ്ചരിക്കുന്നതാണ്. കൂട്ടമായിട്ട് അങ്ങനെ പാക്കായിട്ട് ജീവിക്കാറില്ല ഫോക്സുകൾ, നമ്മൾ ഇവിടെയുള്ള ഫോക്സുകൾ. അതേപോലെ തന്നെ അവ ഒച്ചയിൽ ഓളിയിടുന്നവരല്ല. അതേപോലെ തന്നെ അവയെ നമ്മളെപ്പോഴും കുറുക്കൻ എൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെ എന്ന് പറയുന്നത് കോഴിയെ പിടിക്കുന്നവരുമല്ല. അത്രക്കൊന്നും വലിയ കരുത്തും കഴിവുള്ളവരും ഒന്നല്ല സാധാരണ ഇവിടെ ഉണ്ടായിരുന്ന ഫോക്സുകൾ. അതേസമയം ഇന്ത്യക്ക് പുറത്തുള്ള നമ്മൾ വിദേശത്ത് ഫോക്സുകളാണ് കൂടുതലുള്ളത്. ജക്കാളുകൾ കുറവാണ്, നമ്മളിവിടെയൊക്കെ ഉള്ളൂ. അപ്പോൾ അവ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ചിത്രകഥാ പുസ്തകങ്ങളിലൊക്കെ കുറുക്കൻ എന്ന് പറയുന്നത് ഫോക്സിൻ്റെ ചിത്രമാണ് വരിക. വലിയ വാലും പൂ പോലെയുള്ള വാലും നിലമുട്ടി ഉള്ള വലിയ വാലൊക്കെ ആയിട്ട്. നമ്മുടെ കുറുക്കൻ വളരെ ചെറുതും വലിയ വാലൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിനെ നമുക്ക് കാണാൻ കിട്ടാറില്ല. 2013 അവസാനമായിട്ട് ഫീൽഡിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടുള്ളത്. ഇപ്പോഴും ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് അപൂർവമായിട്ട് കാണാൻ കിട്ടുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, പക്ഷെ ഇപ്പോഴും കാണാൻ കിട്ടിയിട്ടില്ല അടുത്തൊന്നും. അപ്പം ഇപ്പോഴുള്ള ആൾക്കാർ പറയുന്നത്, ചില ആൾക്കാർ പറയുന്നത് നമ്മൾ വളരെ വ്യാപകമായിട്ടുള്ള ഒരു ജീവിക്ക് അപ്പോൾ കുറുക്കൻ എന്ന് പേരിടുകയും, ഇനി അതായത് ജക്കാളിന് കുറുക്കൻ എന്ന് പേരിടുകയും, ഇവിടെ ഒന്നും ഇല്ലാതെ ഒരു ജീവിക്ക് എന്താ കുറുനരി എന്ന് പേരിടുകയും ചെയ്യണം എന്നൊക്കെയാണ് ചിലർ പറയാറ്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ രണ്ട് പേരുകളും സത്യത്തിൽ എനിക്ക് കൗതുകമായിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഴയ ആൾക്കാർ ശബ്ദധാരാവലിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഗുണ്ടർട്ട് പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ട് ജീവികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പോലും സത്യത്തിൽ ഇത് വ്യക്തമായിരുന്നില്ല. ഇത് രണ്ടും ഏകദേശം ഒരു ജീവി തന്നെ. കുറുനരി എന്നും പറഞ്ഞിട്ടുണ്ട്, കുറുക്കൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഒരേ ജീവിക്ക് തന്നെ. അപ്പോൾ അത് ഇനിയെങ്കിലും മാറ്റണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ചീങ്കണ്ണി എന്താണെന്ന് ചോദിക്കും. ചീങ്കണ്ണി എന്ന് പറയുന്ന ജീവി മലയാളത്തിൽ ഏതാ? മുതലയാണോ? മുതല എന്ന് പറയുന്ന ജീവിയും ചീങ്കണ്ണിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷനാണ്. സത്യത്തിൽ പലരും പല വിധത്തിലാണ് കരുതുന്നത്. ചീങ്കണ്ണി എന്ന് പറയുന്നത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുക, വലിയ നീളമുള്ള വായ, അതിൻ്റെ അകത്ത് നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തതുപോലെയുള്ള പല്ലും അതിൻ്റെ അഗ്രത്തിലൊരു മുഴയൊക്കെയുള്ള ജീവിക്കാണ് ചീങ്കണ്ണി എന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ അത് ചീങ്കണ്ണി എന്ന് പറയുന്ന ജീവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയിലും അതേപോലെ നമ്മുടെ വടക്കൻ ഉള്ള നദികളിൽ കാണുന്ന മീൻ മുതലകളാണത്. അതായത് ഗറിയൽസ് എന്നാണ് അതിന് പറയുക. അതായത് കുടം പോലെയുള്ള ഒരു ഭാഗം മൂക്കിൻ്റെ ഭാഗത്തുള്ളതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. അത് നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലാത്ത ജീവിയാണ്. അതിനെ നമ്മളെങ്ങനെയാണ് ചീങ്കണ്ണി എന്ന് വിളിക്കുക? അപ്പോൾ ഇതേപോലെ പല ജീവികളുടെയും പേരുകളുടെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചീവീട് എന്ന് പറയുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിധത്തിൽ ആൾക്കാർ പറയും. രാത്രി ചീവീടിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നത് സിക്കാഡ എന്ന് പറയുന്ന ജീവിയല്ല. സിക്കാഡ എന്ന് പറയുന്ന ജീവിയാണ് ചീവീടിന് ചേരുക. നമ്മൾ കാട്ടിൽ മുഴുവൻ ഉറക്കെ ശബ്ദം ഉണ്ടാക്കുന്ന, മരങ്ങളുടെ മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് ചീവീട് കാണാം. രാത്രി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തു നിന്നുമൊക്കെ ചെറുതായിട്ട് കേൾക്കുന്ന ശബ്ദം, മണ്ണിൽ നിന്ന് കേൾക്കുന്നത് മണ്ണട്ടകൾ എന്ന് പറയുന്ന ക്രിക്കറ്റുകളാണ്. ക്രിക്കറ്റിനും സിക്കാഡക്കും കൂടിയിട്ട് പലപ്പോഴും മലയാളത്തിൽ ഈ ചീവീട് എന്നുള്ള പേര് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട്. റാബിറ്റ് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ എന്ന് മാത്രമാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്. രണ്ട് ജീവികളാണ്. നമ്മളിവിടെ റാബിറ്റ് ഇല്ല. അപ്പോൾ ചോദിക്കും, നമ്മൾ കാണുന്ന മുയലുകളൊക്കെ റാബിറ്റ് ഇല്ല. അതൊക്കെ കൊണ്ടുവന്ന റാബിറ്റുകളാണ്, നമ്മൾ വളർത്തു മുയലുകളാണ്. ഹെയറുകൾ എന്ന് പറയുന്നതാണ് നമ്മൾ കൊമ്പൻ എന്നൊക്കെ വിളിക്കുന്ന വലിയ ചെവിയുള്ള, അത് രണ്ട് ക്രോമോസോം സംഖ്യയുള്ള ഒരു ബന്ധവുമില്ലാത്ത ജീവികളാണ്. അതായത് ഹെയർ എന്ന് പറയുന്നതും റാബിറ്റ് എന്ന് പറയുന്നത് അതേപോലെ വേണമെന്ന് പറയാം. ഒരിക്കലും നിലം കുഴിച്ചിട്ട് കൂട് വെക്കുന്നവരല്ല. ഇവിടെയൊക്കെ ഇപ്പോഴും ഇന്ന് രാത്രി വന്നാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് ഈ പാറയിൽ കാണാൻ പറ്റും ഹെയറുകളാണ്.
പക്ഷെ അടുത്ത ഒരു ഒരു അഭിമുഖം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഉൾപ്പെടുത്തേണ്ട ഒരു ചോദ്യമായിട്ട് തോന്നുന്നൊരു കാര്യം, ഈ അടുത്തിടെ ഞങ്ങളൊരു കാര്യം കണ്ടു. ഒരു മലയാള പാഠപുസ്തകത്തിനകത്ത് ഒരു പ്രത്യേക ഒരു പ്രാണിവർഗത്തിനെ കുറിച്ചൊരു ഭാഗം ഉൾപ്പെടുത്തിയായിട്ട് കണ്ടു. സാന്ദ്ര കോട്ടസ് വിജയകുമാറി. അപ്പോൾ ഈ പേരിന് പിന്നിലുള്ള വിജയകുമാർ സാറാണെന്ന് അറിഞ്ഞു. അപ്പോൾ ആദ്യമേ ഒരുപാട് അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് എങ്ങനെയാണ് ഇത് പ്രസക്തമാവുന്നത്? അതായത് എൻ്റെ പേര് എന്നല്ല, സാന്ദ്രാക്കോട്ട, അതായത് വർഗീകരണം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 9ാം ക്ലാസ്സിലെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ വർഗീകരണം എങ്ങനെയാണ് ടാക്സോണമി വരുന്നത്, പല ജീവികളുടെയും പേരുകൾക്ക് നമ്മൾ ബൈനോമിയൽ 2 പേരുകൾ, സ്പീഷീസും ജീനസ് നാമവും സ്പീഷീസ് നാമവും, അപ്പം അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴതിൽ വ്യക്തികളുടെ പേരുകൾ, സ്ഥലത്തിൻ്റെ പേര്, ചില സ്ഥാപനങ്ങളുടെ പേരൊക്കെ ചിലപ്പോൾ സ്പീഷീസ് നാമമായിട്ട് കൊടുക്കും. ആദരസൂചകമായിട്ട് ആഡ് ചെയ്യുന്നു. അതെ അതെ. അപ്പോൾ ISROയുടെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ, ഇപ്പം മാടായിപ്പാറൻസിസ് എന്ന് പറഞ്ഞിട്ട് കുറേ ചെടികളുണ്ട്. അതേപോലെ ഞങ്ങളുടെ കല്യാടൻസിസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചെടിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ കൊടുക്കും. അതേപോലെ വ്യക്തികളുടേതും നിരവധി പേരുടെ കൊടുക്കും. അപ്പോൾ ഒരു പുതുതായിട്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു വണ്ടിന്, അതായത് അവിടെയുള്ള വിക്ടോറിയ കോളേജിലെ ഡോക്ടർ സുരേഷ് കുട്ടി, അദ്ദേഹം ബൊട്ടാണിസ്റ്റാണ്, എങ്കിലും അവരുടെ ഒരു ടീം കണ്ടുപിടിച്ച പുതിയൊരു വണ്ടിന് പേര് കൊടുക്കുമ്പോൾ എൻ്റെ പേരാണ് അവർ ചേർത്തത്. ഞാൻ സയൻസ് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ പ്രാണികളിലും ഒക്കെ കൂടുതലായിട്ട് കുറേ കാലമായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള എന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും അവരത് നൽകിയത്. അത് ഈ പേരായിട്ട് ഒരു വ്യക്തികളുടെ പേര് കൊടുക്കുന്നതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് ഈ സാന്ദ്ര കോട്ടസ് വിജയകുമാറി എന്ന് പറയുന്ന വണ്ടിൻ്റെ ഇതാണ് പഠിക്കാനുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളതാണ്. 5 ലക്ഷം കുട്ടികൾ ഓരോ വർഷവും ഈ പേര്, നമ്മൾ ഈ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഒറൈസാസ ടൈവം എന്നും ഒക്കെ ബൈഹാർട്ട് പഠിച്ചത്, ഓസിമം സാങ്ക്ടം എന്നൊക്കെ ബൈഹാർട്ട് പഠിച്ചതുപോലെ ഒരു വിജയകുമാറിയെ പഠിക്കുക എന്ന് പറയുന്നതും അത് ഞാനാണെന്ന് കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ അറിയുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു തരം നമ്മൾ ഒരു സയൻസിൻ്റെ ഉള്ളിലേക്ക് നമ്മളെയും കൂടി പാഠപുസ്തകത്തിൻ്റെ ഉള്ളിലെത്തുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ, എൻ്റെ ഏറ്റവും വൈൽഡായിട്ടുള്ള സ്വപ്നത്തിൽ പോലും ഞാൻ ഒരിക്കലും കരുതാത്ത ഒരു കാര്യമാണത്. അത് വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. എൻ്റെ പേര് വന്നതല്ല, എന്നെ പോലെയുള്ള ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള നിരവധി ശാസ്ത്രജ്ഞന്മാരുടെയും വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ പേരുകൾ പലപ്പോഴും ജീവികൾക്കും അതേപോലെ സസ്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ വെറും സയൻസ് പറഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു ആൾക്ക് ആദരമായിട്ട് പേര് നൽകുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സയൻസ് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ അവർക്കും ഒരു റോൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരെയും ചിലപ്പോൾ ഇതേപോലെ തിരിച്ചറിയപ്പെടും എന്നുള്ളതിൽ അതുകൊണ്ട് എനിക്ക് സന്തോഷം കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഈ ജീവജാലങ്ങളെയും പ്രാണികളെയും പക്ഷികളൊക്കെ പരതി നടന്ന് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടുക്ക് യാത്ര ചെയ്ത ആളാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം യാത്രകൾ ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു ഉദ്ദേശമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളും തമാശകളും ഉണ്ടല്ലോ. അങ്ങനെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? ഓർത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ വർഷം 2023 ഒക്ടോബറിൽ ഞങ്ങൾ 4 പേര് കൂടിയിട്ട് സിക്കിം, അതായത് നോർത്ത് ഈസ്റ്റിലെ സിക്കിമിൽ ഒരു യാത്ര പോയിരുന്നു. അതായത് അവിടെയുള്ള ബട്ടർഫ്ലൈസിനെ നോക്കിക്കൊണ്ടാണ് പ്രധാനമായിട്ട് പോയത്. ദവേഷ് മുഖർജി, ഹരീഷ് മല്യ, VK ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അവരൊക്കെ ഈ ബട്ടർഫ്ലൈയുടെ ഇന്ത്യയിലല്ല ഇൻ്റർനാഷണലി വളരെ പ്രശസ്തരായിട്ടുള്ള ശലഭ നിരീക്ഷകരാണ്. ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയിന്നേ ഉള്ളൂ. എനിക്ക് പൂമ്പാറ്റകളെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമുള്ള ആളല്ല, എങ്കിലും വളരെ അപൂർവമായിട്ടുള്ള പൂമ്പാറ്റകളെയൊക്കെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് പോയതാണ്. അപ്പം അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ സിക്കിമിൽ വെച്ചിട്ട് ഗുർദോങ്മാർ എന്ന് പറയുന്ന ഗ്ലേഷ്യർ ലേക്ക് ഉണ്ട്, ഏറ്റവും മുകളിലുള്ള ലാച്ചങ് എന്നെല്ലാം പറയുന്ന അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ, ലാച്ചങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തും. അതായത് ചൈന ബോർഡറിലുള്ള. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ഒരു നമ്മുടെ ഡ്രൈ ഡെസേർട്ടുകളാണത്. അവിടെയും പൂമ്പാറ്റകളുണ്ട്. അത്ഭുതകരമായിട്ട് തോന്നിയതാണ്. അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഗുർദോങ്മാറിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന ദിവസം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടുണ്ട്. അവിടെ ഞങ്ങൾ അന്ന് ഇനി യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അണക്കെട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് രാത്രി താമസിക്കുന്നത്. ഞങ്ങളുടെ ഡ്രൈവറുടെ വീട്ടിൽ, അയാളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ. അന്ന് രാത്രി ആ അണക്കെട്ട് പൊട്ടിപ്പോയി. അണക്കെട്ട് ഈ ഗുർദോങ്മാരുടെ അപ്പുറത്തുള്ള ഒരു ഗ്ലേഷ്യർ ലേക്ക് പൊട്ടിയിട്ട് അതിലെ വെള്ളം മുഴുവൻ 5.5 കിലോമീറ്റർ ഹൈറ്റിൽ നിന്നാണ് താഴോട്ട് വന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ, അവിടുത്തെ സിക്കിമിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് പവർ സ്റ്റേഷനായിട്ടുള്ള അതും അതിനോടനുബന്ധിച്ച റോഡുകൾ മുഴുവൻ പോയി. എത്രയോ പട്ടാളക്കാരെ കാണാതായി, ട്രക്കുകൾ മുഴുവൻ ഒഴുകിപ്പോയി. ഇങ്ങനെ ആ ദിവസം മുഴുവൻ തീർന്നുപോയി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ട്രാപ്ഡായിപ്പോയി. ഞങ്ങൾ ഈ വീട്ടിന്
അവിടെയാണ്. ഞങ്ങൾ രാത്രി മുഴുവൻ ഇതിൻ്റെ പൊട്ടി ഒലിച്ച് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ഭീകരമായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ലോകാവസാനമായിപ്പോയി എന്നാ. ഒരു അണക്കെട്ട് പൊട്ടിയിട്ട് ഇത്രയധികം ശക്തിയിലാണ് വരുന്നത്. 5.5 കിലോമീറ്റർ ഉയരത്തു നിന്ന്, അണക്കെട്ടിൻ്റെ വെള്ളമല്ല, അതിൻ്റെ എത്രയോ മടങ്ങ് വെള്ളം ഒരു ലേക്കിൽ നിന്ന് മുഴുവനായിട്ട് വരികയാണ് ചെയ്തത്. ഞങ്ങൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു പിറ്റേ ദിവസം മുഴുവൻ കാട്ടിലൂടെ നടന്ന്. അപ്പം ഒരു പാലത്തിൻ്റെ മുകളിൽ, വലിയൊരു പാലം, അത് എങ്ങനെയും കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടന്നിട്ടെങ്ങാനും എങ്ങനെയെങ്കിലും ഗാംഗ്ടോക്കിൽ എത്തുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3-4 പേരും കൂടി വണ്ടിയൊക്കെ ഒഴിവാക്കി, അയാൾ അവിടെ തന്നെ തങ്ങിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലും നടന്നിട്ടൊക്കെ അപ്പുറത്തെത്തി എവിടെയെങ്കിലും ആയിട്ട് നാട്ടിലെത്തണമല്ലോ. അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടി പാലത്തിൽ കയറുമ്പോഴും ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അത് പാലത്തിൽ കയറാൻ പറ്റില്ല, പാലത്തിന് കുറച്ച് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു, പറ്റില്ല എന്ന് പറയും. അപ്പം ഞങ്ങൾ ഇയാളെയൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ്, ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്, ഞങ്ങളിനി എത്രയോ മാസം ഇവിടെ കുടുങ്ങിപ്പോവും, ഞങ്ങൾക്ക് എത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അയാളെ എങ്ങനെയെങ്കിലും സമ്മതം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ വാങ്ങുമ്പോൾ അയാൾ നിർബന്ധപൂർവ്വം പറഞ്ഞു പറ്റില്ല എന്ന്. പക്ഷേ ഞങ്ങളുടെ കാല് അങ്ങ് പാലത്തിലേക്ക് കയറിയിരുന്നു. അയാൾ വരാൻ 1 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ ബാഗൊക്കെ ആയിട്ട് ആ പാലത്തിലേക്ക് നടന്നിരിക്കും. വലിയ പാലമാണ്, വലിയ പാലം. ഞങ്ങൾ ഒരു ശബ്ദം കേട്ട് അയാൾ ഞങ്ങളെ ഉന്തി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പുറത്തേക്ക് പോയാലും ആ പാലം അതേപോലെ തന്നെ ഒലിച്ചു പോയി. ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ്. അതായത് ശരിക്ക് 1 സെക്കൻഡ് കൂടി ഞങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആരും ഞങ്ങളെ കാണുക പോലും ചെയ്യില്ല. അത്രക്കും വലിയ തോതിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് സ്ലെറി പോലെയുള്ള അത്രയും വലിയ പാറകളും ഒക്കെ ഒഴുകി വരികയായിരുന്നു. അപ്പം അന്ന് എനിക്ക് ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു രക്ഷപ്പെടൽ പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനു മുമ്പ് എനിക്കൊരു അപകടത്തിൽ പറ്റിയിട്ട് ഇതേപോലെ പാതി രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അതുവരെ എഴുതിയിരുന്നതിന് പകരം ഞാൻ അന്ന് തീരുമാനിച്ചാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന്. ഒരു വൈൽഡായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഒക്ടോബറിൽ തീരുമാനിച്ചു. ഞാൻ 2023 അവസാനം ഡിസംബറിൽ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. വീഡിയോ വെറുതെ ചെയ്തു, ഒരു ശ്രമം. എനിക്ക് അറിയില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ ക്യാമറ ചെയ്യും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ എല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു ഒറ്റയാൾ സർക്കസ് പോലെ ചെയ്തു നോക്കിയിടാം. പക്ഷേ എന്തോ ആൾക്കാർക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. എനിക്ക് 1 വർഷം ആകുമ്പോഴത്തേക്ക് മോശമല്ലാതൊരു ചാനലായിട്ട് അത് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഒരു അനുഭവമായിരുന്നു അത് ഇത്തരത്തിലുള്ള യാത്രയിൽ കിട്ടിയത്. അതുപോലെ അരുണാചലിൽ നിന്നൊക്കെ ഇതേപോലെ രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള ഒരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളവിടെ ഇൻ്റർലൈൻ പെർമിറ്റ് വേണമെന്നറിയാമല്ലോ അരുണാചലിൽ ഓരോ ജില്ലകളിലേക്കും പോകുമ്പോഴേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഒരു നാംദാഫ എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ക്യാമ്പിന് പോയതായിരുന്നു. അപ്പോൾ അതിനുള്ള ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചുകൊണ്ട് അവരുടെ പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പിന്നെയും കുറച്ച് ദിവസം കൂടി അവിടെ നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇൻ്റർലൈൻ പെർമിറ്റ് കിട്ടിയില്ല. അതായത് നമ്മുടെ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇൻ്റർലൈൻ പെർമിറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ ഗസ്റ്റായിട്ട് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ ധൈര്യത്തിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് ഞങ്ങൾ ഏറ്റവും നോർത്ത്, അതായത് നമ്മൾ മ്യാൻമറിൻ്റെ ബോർഡറിലുള്ളതാണ് ഈ പറഞ്ഞ സ്ഥലം. നാംദാഫ മ്യാൻമറിൻ്റെ ഉള്ളിലോട്ട് നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. അവിടെ ഹുളോങ് ഗിബണുകളൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള കാടാണ്. 4 തരത്തിലുള്ള ബിഗ് കാറ്റ്സും ഒക്കെയുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ട് ഏറ്റവും അങ്ങ് മുകളിലോട്ട് ചൈനയുടെ ബോർഡറിലുള്ള ഒരു സ്ഥലത്തേക്ക്, അധികം ആരും പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്, അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴുള്ള പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഈ കയ്യിലൊന്നുമില്ല, ഇൻ്റർലൈൻ പെർമിറ്റൊന്നുമില്ല. സത്യത്തിൽ ഞങ്ങൾ അനധികൃതമായിട്ട് സഞ്ചരിക്കുന്ന പോലെയാണ് ഞങ്ങൾക്കും തോന്നുന്നതിൻ്റെ ഭയമുണ്ട്. ഒരു ദിവസം ഞങ്ങൾ രാവിലെ ഞങ്ങൾ വണ്ടി ആക്കിയിട്ട് ഞങ്ങൾ 4 പേര് മാത്രമാണുള്ളത്, 3 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമാണുള്ളത്. ഞങ്ങളിങ്ങനെ ഡ്രൈവർ മാത്രമേ ഉള്ളത്. വണ്ടി ഓരോ സ്ഥലത്ത് നിർത്തും, അവിടെ ഇറങ്ങിയിട്ട് പൂമ്പാറ്റകളുടെയൊക്കെ നിലത്ത് കിടന്നും ഇരുന്നും ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൺവോയ് ആയിട്ട് വണ്ടികൾ വന്നു. കുറേ എല്ലാവരും മെഷീൻ ഗണ്ണൊക്കെ ആയിട്ടുള്ള ആൾക്കാരും പോലീസിൻ്റെ വണ്ടിയും ഒക്കെ കൂടി വന്ന് അവിടെ നിരന്ന് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുടുങ്ങി. അതായത് അവിടെ അപ്പോഴും SP-യുടെ വണ്ടിയുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ടു. അതായത് അവിടെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ല എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ അത്ര വലിപ്പമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ്. അത്രയധികം പവറാണ്. അതുകൊണ്ട് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും തന്നെ അവരെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒക്കെ, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പട്ടാളക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ ഒരു കോൺവോയ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്നു. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ നിർത്തി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രശ്നമായി, ഇനി എന്ത് ചെയ്യും, ഞങ്ങളോട് പെർമിഷൻ ചോദിക്കും, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, അപ്പോൾ ഞങ്ങൾ കുടുങ്ങി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹരീഷ് മല്യ എന്ന് പറയുന്ന കോയമ്പത്തൂർ ഉള്ള അദ്ദേഹമുണ്ട്. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിന്നു, ധൈര്യമൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന്, ഈ SP-യുടെ വണ്ടിയിൽ നിന്ന് SP പുറത്തേക്ക് ഇറങ്ങി.
SP പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു ഇതേതാ പൂമ്പാറ്റ എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭയങ്കരമായിട്ടുള്ള ഞങ്ങളുടെ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് തിരിച്ച്, അപ്പോൾ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നാംദാഫയിൽ വന്നിരിക്കുന്നു എന്നും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ എടുത്തു കൊടുത്ത് കുറേ ഫോട്ടോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അന്വേഷിച്ച് അവർ പുറകെ വന്നതായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഏതോ വിധത്തിൽ കുടുങ്ങിപ്പോയിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് കരുതിയത്. അപ്പോൾ പിന്നെ അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഒരു സെക്കൻഡ് കൊണ്ട് അലിഞ്ഞുപോയി. അദ്ദേഹം മൊബൈലൊക്കെ തപ്പി ഞങ്ങളെ ഇങ്ങനെ ഫോട്ടോ കാണിച്ചുകൊണ്ടിരിക്കും, ഇതേതാണെന്ന് ചോദിച്ചുകൊണ്ട്. ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം അതാണ് എനിക്ക് തോന്നുന്നത്. കാൽപ്പനിക പരിസ്ഥിതിവാദം എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഇപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു പ്രാധാന്യം അർഹിച്ചു വരുന്നതാണ്. പല മേഖലയിലും പലരുടെയും റെസ്പോൺസുകളും ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കത് എവിഡൻ്റായി ഫീൽ ചെയ്യാറുണ്ട്. മാഷിൻ്റെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കണം ഇന്നത്തെ കാലത്തിൻ്റെ പരിസ്ഥിതിവാദം? പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് ഒക്കെ എപ്പോഴും ചർച്ചയായിട്ട് വരിക നമ്മുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പരിസ്ഥിതിയെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ ഒരു കാൽപ്പനികത കൊണ്ട് മാത്രം നിലനിർത്തേണ്ട ഒരു കാര്യമല്ല പരിസ്ഥിതി. അല്ലാതെ തന്നെ മനുഷ്യൻ്റെ അറിവ് കൊണ്ട്, അതായത് സയൻറ്റിഫിക് നോളജ് കൊണ്ട് തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് എല്ലാ മനുഷ്യനും ബോധ്യം ഉണ്ടാകേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ആഗോളതാപനം എന്ന് പറയുന്നത്, കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. കാർബൺ ഫൂട്ടേജ് കുറക്കുക എന്നുള്ളതാണ് മനുഷ്യരെല്ലാവരും ചെയ്യേണ്ടത്. പക്ഷെ അവിടെയൊക്കെയുള്ളൊരു വിഷയം, നമ്മളെപ്പോലെയുള്ള കേരളം പോലെയുള്ള ഒരു സാധാരണ നിങ്ങൾ എന്നെയും പോലെയുള്ളവർ ഉണ്ടാക്കുന്ന കാർബൺ എമിഷനൊക്കെ ഒരു മനുഷ്യന് ഇത്രയും കൊല്ലം കൊണ്ട് നമ്മൾ നേടിയ സാങ്കേതിക വിദ്യ, ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള ചിലവുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാർ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള നമ്മൾ യാത്രകൾ നടത്തുന്നതോ ഒക്കെ ഏറ്റവും മിനിമമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ധാരാളികളൊന്നും ആയിട്ടില്ല. അതായത് തന്നെ വളരെ പ്രിവിലേജുള്ള ഒരു വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിലെ അടക്കം ബഹുഭൂരിപക്ഷം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ മൂലം ഉണ്ടാക്കുന്ന കാർബൺ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് സാധ്യം, ഈ ഇത്രയും കൊല്ലം കൊണ്ട് മനുഷ്യൻ പരിണമിച്ചുണ്ടായിട്ട് നേടിയ അറിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സുരക്ഷിതമായിട്ടുള്ള വീട്, ഏറ്റവും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അതുപോലെ ചികിത്സ, യാത്രകൾ പോലും മനുഷ്യന്മാർ അങ്ങനെയൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. അതേസമയം കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടാണ് പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഉള്ള പലരും നമ്മളെ ബോധവൽക്കരിക്കാൻ വരുന്നത്. അപ്പം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ട വികസനം പോലും പാടില്ല എന്ന് വാദിക്കുന്നവരാണ്. അപ്പോൾ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ജനിച്ചു പോയി എന്നുള്ളത്, വെസ്റ്റേൺ ഗട്ട്സ് നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്രയധികം ആൾക്കാർ ഇവിടെ ആയതൊക്കെ. പക്ഷേ ഇത്രയധികം പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വിധത്തിലുള്ള പുരോഗമനവും ഇനി വേണ്ട എന്നോ റോഡ് വേണ്ടെന്നോ ഒക്കെ പറയുന്നത് ഒരു പ്രാകൃതത്വമാണ്. അത് പരിസ്ഥിതിവാദമല്ല. ഇവർക്കൊക്കെ, ഈ വാദിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രിവിലേജോട് കൂടിയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കുന്നവർ കൂടിയാണ്. ഇതൊക്കെ ഇനി ഇല്ലാത്തവർക്ക്, എല്ലാവർക്കും അത്യാവശ്യമൊക്കെ ജീവിത നിലവാരത്തിലേക്ക് എത്തിയതിൻ്റെ ശേഷം അല്ല ഇവരൊന്നും പറയുന്നത്. അപ്പം റോഡ് വരുമ്പോഴും ഒക്കെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളെയും എതിർക്കുന്നവരുണ്ട്. അതേസമയം വേറൊരു വിധത്തിൽ ഇതൊന്നും പരിസ്ഥിതി എന്ന് പറയുന്നതും പ്രകൃതി എന്ന് പറയുന്നതും വനം എന്ന് പറയുന്നതും ഒന്നും വേണ്ട എന്ന് പറയുന്നവരും ഉണ്ടാകാം. പക്ഷെ അതൊക്കെ വളരെ വളരെ കുറവ് മാത്രമാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കാടുകളെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യനും കാട് ഇനി നശിപ്പിക്കണമെന്നൊന്നും പറയുന്നവരില്ല. പക്ഷെങ്കിൽ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ കാൽപ്പനിക പരിസ്ഥിതിവാദത്തോട് അത് മനുഷ്യവിരുദ്ധമാണെന്ന് പറയുമ്പോൾ ഉടനെ തിരിച്ചടിക്കാൻ വേണ്ടി പറയുന്നത് ഇവരിതാ കാട് മുഴുവൻ മുറിക്കൂ, കുന്നുകൾ മുഴുവൻ ഇടിക്കൂ എന്ന് പറയുന്നവർ. അങ്ങനെ ആരും പറയുന്നൊന്നുമില്ല. ഒരു മരം മുറിക്കുമ്പോൾ, അതായത് മരങ്ങൾ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് കാർബൺ ശേഖരിച്ചു വെക്കുന്ന ഒരു സാധനമാണ്. അപ്പം മരങ്ങൾ ശേഖരിച്ചു വെച്ച മരങ്ങളെ നമ്മൾ സൂക്ഷിച്ച്, കാട്ടിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാട് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ജൈവാവാസ വ്യവസ്ഥയാണ്. നമ്മളെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു അത്ഭുതമാണ്. അതിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയും ചെയ്യില്ല. അത് അതുപോലെ തന്നെ സംരക്ഷിക്കണം. പക്ഷേ ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഇവിടെ നിന്ന് അറബിക്കടലിലേക്ക് തൂത്തെറിഞ്ഞിട്ട് ഇവിടെ മുഴുവൻ കാടാക്കണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല നമുക്ക്. അപ്പോൾ ആ കാട് ഇനി മരങ്ങൾ വെക്കുന്ന ഒരു സ്വഭാവം മനുഷ്യന്മാർക്കൊക്കെ ഉണ്ട്. അത് നല്ലൊരു സ്വഭാവമാണ്. പക്ഷെ അങ്ങനെ വെച്ച മരം പോലും മുറിക്കാൻ വിടില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കാണ്. മരങ്ങൾ കൂടുതൽ വെക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം ആ മരങ്ങൾ മുറിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഒരു 10-100 കൊല്ലത്തേക്ക് അന്തരീക്ഷ കാർബൺ നമ്മൾ ശേഖരിച്ചിട്ട് ഒരു അടപ്പിൽ വെച്ചിട്ട് ഒരു സൂക്ഷിക്കുകയാണ്. അത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പോകാതെ അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ കോൺക്രീറ്റ് കൊണ്ടുള്ള വീടെടുക്കുന്നതിൽ ഒരു കുറ്റബോധം ഇല്ല. അതേസമയം ഒരു മാവോ ഒരു പ്ലാവോ മുറിച്ചിട്ട് അയാൾ തന്നെ നട്ട ഒരു തേക്കോ മുറിക്കുന്നത് എന്തോ വലിയ പാതകം പോലെ കുറ്റബോധത്തോടെ ആൾക്കാർ ചെയ്യുന്നതിൽ
ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ തമാശ ഇത്തരത്തിലുള്ള ഒരു കുറ്റബോധം ഉണ്ടാക്കിയതിൽ കേരളത്തിലെ പല മലയാളം മാഷന്മാർക്കും അതേപോലെ തന്നെ കവികൾക്കും ഒക്കെ പങ്കിട്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ മനഃപൂർവ്വം ചെയ്തതല്ല, അവരും വളരെ നിഷ്കളങ്കമായിട്ട് എഴുതിയതാണ്. പലപ്പോഴും കേരളത്തിലെ സാംസ്കാരിക രംഗം എന്ന് പറയുന്നത് ഈ മലയാള അധ്യാപകർ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവർ അവരായിരുന്നു, നന്നായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളവർ. അതുകൊണ്ട് തന്നെ അവരെന്ത് കാര്യത്തെപ്പറ്റി പറഞ്ഞാലും ആധികാരികമാണ് എന്ന് പൊതുജനം തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാംസ്കാരിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഭാഷാ പണ്ഡിതന്മാരാണ് ലോകത്തെ എല്ലാ കാര്യത്തിലും സൂര്യഗ്രഹണത്തെ പറ്റി സംസാരിക്കേണ്ടതും ആറ്റം ബോംബിനെ പറ്റി സംസാരിക്കുന്നതും ഒക്കെ അവരായിരിക്കും. അവരാണ് സംസാരിക്കേണ്ടതെന്ന് അവർ പോലും തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. അത് കാൽപ്പനിക പരിസ്ഥിതിവാദം നിലനിന്നിങ്ങനെ കൂടുതൽ കാലം പോകുമെന്ന് എനിക്കറിയില്ല. അതേസമയം മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള മിനിമം, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വികസനം വേണമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അത് ഉണ്ടാക്കുന്ന ഡാമേജുകളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റണം. അതേസമയം വാഹനങ്ങൾ കുത്തി നിറച്ച് മണിക്കൂറുകളോളം വാഹനങ്ങൾ എരമ്പി ഇങ്ങനെ നീങ്ങി ഓരോ കിലോമീറ്റർ മണിക്കൂറുകളെടുത്ത് സഞ്ചരിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന കാർബൺ എമിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളയിൽ വന്നു കഴിഞ്ഞാൽ ആ കേരളയിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്ന നമ്മൾ കാർബൺ എമിഷൻ അത് നള്ളിഫൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. മനുഷ്യനെയും ദീർഘകാലത്ത് കൊണ്ടായിരിക്കും എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി മികച്ച ജീവിതം അർഹിക്കുന്നവരാണ് കേരളത്തിലെ മനുഷ്യർ. മനുഷ്യനെയും മനുഷ്യന്റെ ന്യായ ആവശ്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പ്രകൃതിനെ പറ്റി സംസാരിക്കും. ആർത്തി വീണ്ടും പറയും, ആർത്തി നമ്മൾക്ക് ഇത് ഇത്രയധികം ഒക്കെ വേണം എത്ര കിട്ടിയാലും. പക്ഷെ നമ്മൾ കേരളം പോലെയുള്ള അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നവർ കഴിഞ്ഞ 10-100 വർഷമായിട്ട് അവർ ദർബാറായിട്ട് ജീവിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയധികം കുഴപ്പമുണ്ടായത്. അല്ലാതെ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യൻ എന്ന് പേര് വിളിക്കാൻ പോലും അർഹമാകുന്ന വിധത്തിൽ ജീവിച്ചു തുടങ്ങിയ ഇന്ത്യയിലെ ഈ കോടിക്കണക്കിന് ആൾക്കാരല്ല. അവരൊന്നും കാർബൺ എമിഷൻ ചെയ്തിട്ടൊന്നും അല്ല ഈ ലോകം ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ കുറ്റവാളികളാകുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള ആൾക്കാരാവുകയും ഇനി അതിനും വേണമെങ്കിൽ പരിഹാരം ചെയ്യേണ്ടതും നമ്മളാണ് എന്ന് പറയുന്നതിൽ ഒരു വലിയ തെറ്റുണ്ട്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രശ്നമാണ് ആഗോളതലത്തിൽ. അതിൽ ഈ ഇത്ര വലിയ കുറ്റബോധത്തോടെ ജീവിക്കേണ്ട ഒരു അർഹത നമുക്കില്ല. നമ്മൾ ഈ അത്ര വലിയ കുറ്റബോധം വേണ്ട വിധത്തിലുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം വിശാലാർത്ഥത്തിൽ ഒരാൾ പല രീതിയിലുള്ള ജീവിതം ഡിഫൈൻ ചെയ്യുമല്ലോ. അപ്പോൾ സാർ ഒരു ഫാർമസിസ്റ്റിൻ്റെ ജീവിതം നയിച്ചു, ഇതിൻ്റെ കലാപ്രവർത്തകനായി, ശാസ്ത്രലേഖകനായി, സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു. ഇതെല്ലാം അല്ലാതെ ഒരു ലാർജർ ഡ്രീം ഉണ്ടോ ലൈഫിൽ? ഒരു ലാർജർ ഗോൾ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ? ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, ഇനി അങ്ങനെ ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയ ആഗ്രഹം, സത്യം പറയാലോ, അങ്ങനെ അല്പം നാണത്തോടെയൊക്കെ ആണെങ്കിൽ പറയാം, അറ്റംബറോ ആണ് എൻ്റെ ഡ്രീം. ഡേവിഡ് ആറ്റംബറോ. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ആണ് ഏറ്റവും കൂടുതൽ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജീവിയെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഇതേപോലെ നമ്മുടെ ഭാഷയിൽ പറയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അതിന് വലിയ സാമ്പത്തിക ചെലവും ഒക്കെയുള്ളൊരു കാലമാണ്. വളരെ ചെറുതായപ്പോൾ നമ്മൾ ഇത് വളരെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കറിയാം ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാമറകൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു ഒക്കെ വന്നു. എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്രയധികം ജീവവർഗ്ഗങ്ങളും ഇത്രയധികം സസ്യങ്ങളും ഇത്രയധികം പ്രാണികളും അവയുടെ ജീവിതവും ഒക്കെ ഉണ്ടായിട്ടും കുട്ടികൾക്കൊക്കെ അത് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ ഇപ്പോഴും നമ്മൾക്ക് ഈ പറഞ്ഞ ഡേവിഡ് ആറ്റംബറോ പറഞ്ഞ വലിയ വലിയ ജീവികൾക്ക് പറ്റിയിട്ടുള്ള വീഡിയോകൾക്ക് പകരം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ജീവികളെ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ആരെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കത് പറ്റുന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അത്തരത്തിലുള്ള ഡേവിഡ് ആറ്റംബറോയെ പോലെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ ജീവികളെയും അടുത്തറിഞ്ഞ് അവയുടെ ജീവിതം നിരീക്ഷിച്ചു കൊണ്ട് ഒരു കമ്മ്യൂണിക്കേറ്ററായിട്ട്, സയൻസ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവവർഗ്ഗങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരാളായിട്ട്. ഇനി പ്രായമായി, ഇനി എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഡേവിഡ് ആറ്റംബറോ ഇപ്പോഴും പുതിയ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം 90 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും എനിക്ക് വാല്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് 60 ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ആൾക്കാരോട് പറയാനുള്ള അവസരം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് എൻ്റെ വലിയ ഡ്രീം. മാഷേ, താങ്ക് യു. ഓക്കെ, ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ശാസ്ത്രത്തിനെയും ശാസ്ത്രചിന്തകളെ എത്തിക്കാൻ കഴിയട്ടെ. അതെ, അത് കൂടുതൽ ആളുകൾ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ വരണമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ശാസ്ത്രം ഡാറ്റകളെ വെച്ചുകൊണ്ട് വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമല്ലാതെ അനുഭവസാക്ഷ്യങ്ങൾ മാത്രമല്ലാതെ ഡാറ്റകൾ വെച്ചുകൊണ്ട് ശാസ്ത്രം പറയാനും പ്രചരിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിനെ കുറേ കൂടി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന വിധത്തിൽ കൂടുതൽ ആളുകൾ വരണം. നമ്മുടെ ഏത് മീഡിയയിലായാലും, എഴുത്തിൻ്റെ മീഡിയക്ക് ചിലപ്പോൾ കുറേ കാലമൊന്നും നിലനിൽപ്പുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. പുതിയ
സോഷ്യൽ മീഡിയയിലും ഒക്കെ അത്തരത്തിലുള്ള കണ്ടന്റുകളുടെ ക്രിയേഷനും കൂടുതലായിട്ട് വരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ അഭിനന്ദനങ്ങളും. സന്തോഷം.